നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാര്യ കമല വിജയന്റെ ചികിത്സാ ചെലവുകൾക്കായി 2,69,434 രൂപ അനുവദിച്ചു. പൊതുഭരണ വകുപ്പിന്റേതാണ് അനുമതി ഉത്തരവ്. 24/7/2023 മുതൽ 2/8/2023 വരെയുള്ള കാലയളവിൽ ചികിത്സയ്ക്ക് ചെലവായ തുകയിൽ അനുവദനീയമായ പണമാണ് അനുവദിച്ചിരിക്കുന്നതെന്ന് ജോയിന്റ് സെക്രട്ടറിയുടെ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും പെൻഷൻ നൽകാൻ കൂടി പണമില്ല എന്ന് ആവർത്തിച്ച് പറയുന്നതിനിടയിലാണ് സർക്കാർ 2.7 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെ ചികിത്സാ ചെലവിനായി നൽകിയിട്ടുള്ളതെന്നതാണ് ശ്രദ്ധേയമായ കാര്യം. അതേസമയം സംസ്ഥാനത്തെ നിർധനരായ വയോധികർ 6 മാസം തുടർച്ചയായി പെൻഷൻ വിതരണം മുടങ്ങിയതിനാൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. 7,800ഓളം രൂപയാണ് കുടിശ്ശികയായി നൽകാനുള്ളത്. എന്നാൽ കുടിശ്ശിക തുക എന്ന് വിതരണം ചെയ്യും എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു അറിയിപ്പോ വ്യക്തതയോ ഔദ്യോഗിക പ്രഖ്യാപനമോ ഒന്നും വന്നിട്ടില്ല. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം കടന്നു പോകുന്നതാണ് ക്ഷേമ പെൻഷൻ വിതരണം മുടങ്ങാൻ കാരണമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത്. എന്നാൽ തിരഞ്ഞെടുപ്പിന് മുമ്പ് 1 മാസത്തെ തുകയെങ്കിലും വിതരണം ചെയ്യാതിരിക്കാൻ സർക്കാരിന് സാധിക്കില്ല. ഭാഗികമായി തുക വിതരണം ചെയ്തേക്കും എന്നാണ് അനുമാനം. സംസ്ഥാനത്ത് 58 ലക്ഷം ക്ഷേമ പെൻഷൻ വരിക്കാരാണുള്ളത്. പെൻഷൻ വിതരണം മുടങ്ങിയതിനാൽ മരുന്നിന് പോലും പണം കണ്ടെത്താൻ സാധിക്കാതെ വിഷമത്തിലായിരിക്കുകയാണ് നിരവധി വ്യക്തികൾ. 4,600 കോടി രൂപയോളമാണ് കുടിശ്ശിക നൽകേണ്ടത്. സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ചെയ്യാനായി സർക്കാർ രൂപീകരിച്ച പെൻഷൻ കമ്പനിയുടെ കടവും കുമിഞ്ഞുകൂടുകയാണ്. കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഇതിനായി രൂപീകരിച്ചത്. കമ്പനിയുടെ കടം കുമിഞ്ഞുകൂടുമ്പോഴും കടം കുറയ്ക്കാൻ കാര്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നതും ശ്രദ്ധേയം. കമ്പനി രൂപീകരിച്ച 2018 മുതൽ 4 വർഷങ്ങൾക്കുള്ളിൽ 32,000 കോടി രൂപയായിരുന്നു കടമെങ്കിൽ ഇപ്പോൾ 11,373 കോടി രൂപയോളമാണ് കമ്പനിയുടെ കടം. പലിശയുൾപ്പെടെ നല്ലൊരു തുകയാണ് കമ്പനിയുടെ കടബാധ്യത. വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും കൺസോർഷ്യങ്ങളിൽ നിന്നും എടുത്ത വായ്പയാണ് പെൻഷൻ കമ്പനി തിരിച്ചടയ്ക്കാനുള്ളത്. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പെൻഷനുള്ള പണം സമാഹരിക്കുന്നതിന് 2018-2019 വർഷത്തിലാണ് പെൻഷൻ കമ്പനി രൂപീകരിക്കുന്നത്. തുടക്കത്തിൽ എല്ലാ മാസവും പെൻഷൻ നൽകാൻ കഴിഞ്ഞു. പിന്നീട് തുക കുടിശ്ശികയായി. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം ആദ്യമായാണ് ക്ഷേമ പെൻഷൻ വിതരണം ഇത്രയധികം തവണ മുടങ്ങുന്നതെന്നതും ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.